ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ കണ്ണൂര് കണ്ണൂർ നിൽക്കുന്നതിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് അല്ലേ? ഇപ്പൊ വന്നതിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഞങ്ങള് ഇവിടെ എല്ലാം പാക്കപ്പ് ആയി. റൂം ഭയങ്കര മിസ് ചെയ്യുന്നു. കാരണം 4 ദിവസം ഉണ്ടായിരുന്നാണ് അല്ലേ? അതെ, അപ്പൊ ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. സോ റൂമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു. എല്ലാ സാധനങ്ങളും നല്ല പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. കാരണം 4 ദിവസത്തേക്കാണെങ്കിൽ ഞങ്ങൾ 4 വർഷത്തേക്ക് വന്ന പോലെയാണ്. ഡ്രസ്സുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഷോപ്പിങ്ങിന് പോയത്, ബാഗുകൾ എല്ലാം പാക്ക് ചെയ്തു. ഞങ്ങളുടെ റൂമും ബാത്റൂമും എല്ലാം മിസ് ചെയ്യുന്ന റൂമും ഒക്കെ എല്ലാം തണുക്കുന്നുണ്ട്, മഴയാണ്. പിന്നെ അതെ, കോട്ടൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുന്നുണ്ട്. പുറത്ത് മഴയാണ്, പക്ഷെ ഇപ്പം മഴ കുറഞ്ഞു, ഒച്ച വെക്കുന്നില്ല. നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഇനി ഇത് ഇറക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതെ, വണ്ടി വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. സോ അതൊക്കെ ഉണ്ട്. പിന്നെ നേരെ വണ്ടിയിലെല്ലാം പാക്ക് ചെയ്ത് കയറിയിട്ട് ജ്യോതിഷിന്റെ വീട്ടിലെ ഡിന്നറൊക്കെ ജ്യോതിഷിന്റെ വീട്ടിലാണ്. സോ അപ്പോൾ ഡിന്നർ കഴിക്കാം. എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ കോട്ടയത്തേക്ക്. നല്ല ലോങ് ഡ്രൈവാണ്. നമുക്ക് ക്ഷീണമുണ്ട്. ഇച്ചിരി ഒരു നേരെ ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഒട്ടും പറ്റിയിട്ടില്ല ഉറങ്ങാൻ അല്ലേ? ഇല്ല, ഒരു 40 മിനിറ്റ്സ് ഒന്നും ഇങ്ങനെയാണെന്ന്. പക്ഷെ ഉറങ്ങിയില്ല. ഞാൻ എന്തോ കുറച്ച് ഉറങ്ങി തോന്നുന്നു. കണ്ണൻ അതും ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. എനിവേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും ഉറക്കം വരികയാണെങ്കിൽ പിന്നെ ഞങ്ങള് കല്ലുമ്മക്കായ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കല്ലുമ്മക്കായ മറ്റേ പൊരിച്ചത് മേടിച്ചു കേട്ടാ. പക്ഷെ അത് ഫേക്ക് ആയിരുന്നു. കാരണം അതിന്റെ പിറത്ത് ഇച്ചിരി കല്ലുമ്മക്കായ വെച്ചിട്ട് ഫുള്ള് റൈസിന്റെ ഒരു ബോണ്ട പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഫ്ലോപ്പ് ആയി പോയി. ഇനി ജ്യോതിഷ് വാങ്ങി തരാന്ന് പറഞ്ഞ് കല്ലുമ്മക്കായ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. അതെ, അതെ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് ഗമിക്കട്ടെ. അപ്പൊ കണ്ണൂര് നല്ല അടിപൊളിയായിരുന്നു അല്ലേ? നല്ലതായിരുന്നു കേട്ടോ. കണ്ണൂര് നല്ല അതെ. ബീച്ചിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ നേരം കൊട്ടിയൂര് കഴിഞ്ഞ് സ്പെൻഡ് ചെയ്തത് പറശ്ശിനിക്കടവാണ്. അതുകൊണ്ട് നമ്മള് അവിടുന്ന് ഒരു 1 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചത്. പക്ഷെ 3 മണി കഴിഞ്ഞല്ലേ? 3 മണി കഴിച്ചു. പിന്നെയാണ് ചോറൊക്കെ കഴിക്കാൻ പോയത്. യെസ്, അതെ. ചെറിയ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി വന്നു. എന്നിട്ട് ഒന്ന് കിടക്കാൻ വേണ്ടി നോക്കി. പക്ഷെ സമയം ഇപ്പൊ ഏകദേശം 9:30 ആവുന്നു. സമയം 9:30 കഴിഞ്ഞു. എങ്കിൽ അങ്ങോട്ട് പോട്ടെ, പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. ഫുഡൊക്കെ ആയോ എന്ത് പാടെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു ഇത്ര ദിവസം വ്രതമൊക്കെ ആയതുകൊണ്ട് മീനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മീൻ കഴിക്കാനൊക്കെ കൊതിയാവുന്നുണ്ട്. സോ അതൊക്കെ കഴിക്കാം. പോയിട്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങട്ടെ. ഇത്രയുണ്ട്. ഞങ്ങളപ്പം ലിഫ്റ്റിൽ കുറച്ചായിട്ട് കൊണ്ടുവച്ചിട്ട് അല്ലേ കണ്ണ? എന്നിട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ കണ്ണ വണ്ടി എടുത്തിട്ട് വരണം. റെയിൽവേ സ്റ്റേഷനിൽ പോകണം വണ്ടി എടുക്കാനായിട്ട്. അതുമല്ല റിസപ്ഷനിൽ പറയണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിവേ പോട്ടെ, ഇറങ്ങട്ടെ. ഭയങ്കര രസം. കുറ്റമൃത്തിയില്ലേ എല്ലാം എടുത്തോണ്ട്. അയ്യോ, കണ്ണൂരിന്ന് പോകുന്നു. കണ്ണൂര് മിസ് ചെയ്യുന്നു. കണ്ണൂരിന്ന് പോകുന്നേ. കണക്ക് കൊടുക്കോ. പിന്നെ അവിടെ മിനറൽ വാട്ടറിന്റെ പൈസയും കൊടുക്കണം. ലിഫ്റ്റിൽ വെയിറ്റ് ചെയ്യണം. അല്ല, ഒന്ന് അവിടെ വെച്ചിരിക്കുക. ആ ടേബിളിൽ യൂസ് ചെയ്തില്ല. ഇതാണ് നമ്മുടെ കീ. നമുക്ക് കണ്ണൂർ. അപ്പൊ ആ കാർഡ് കൊടുത്ത് മിനറൽ വാട്ടറിന്റെ മാത്രമേ ഉള്ളൂ. കണ്ണൻ വണ്ടി എടുക്കാനായിട്ട് പോയി. ഞാൻ ലഗേജുകളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. വിപുലമായ ഷോപ്പിംഗ് കോംപ്ലക്സ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം വണ്ടി പോകുന്ന നല്ല ഒച്ചകളുണ്ട്. ഫുള്ള് കണ്ടോ? ഫുൾ സൗണ്ട് ഉണ്ട്. മെയിൻ സെൻറ്ററാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കണ്ണൻ തോളിലിടുന്ന കണ്ണൻ്റെ ഒരു ബാഗ് വെച്ച് കണ്ണൻ പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ബാഗുകളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് വണ്ടി എടുത്ത് വരും.
ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് കാരണം വണ്ടി ഇട്ടേക്കുന്നത്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്തിരി ദൂരം നടന്നു പോയി എടുത്തിട്ട് വരണം, വണ്ടി എടുത്തിട്ട് വരണം, അത്രേ ഉള്ളൂ. നോക്കാം. മഴയും ചെളിയും വെള്ളമൊക്കെയാണ്. പക്ഷേ ഇപ്പം മഴ കുറഞ്ഞു കേട്ടോ. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു, അടിപൊളി മഴയായിരുന്നു. പക്ഷേ ഇപ്പം മഴ കുറവുണ്ട്. അയ്യോ, അങ്ങനെ എല്ലാം പാക്കൊക്കെ ചെയ്തത് ഈ വണ്ടിയിൽ കയറി ഇനി കോട്ടയത്ത് എത്തുന്ന എനിക്ക് തോന്നുന്നു ഒരു 7-7.5 മണിക്കൂറുണ്ട് ട്രാവലിംഗ് ഇവിടുന്ന് കോട്ടയത്ത് വീട്ടിലോട്ട്. അതെ, ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അതെ അങ്ങ് എത്തും. ഇടയ്ക്ക് എവിടെയെങ്കിലും ഉറക്കം വരണമെങ്കിൽ ഇച്ചിരി ഒരു 10 മിനിറ്റ് ഉറങ്ങണം, വീണ്ടും ഓടിക്കണം. അല്ലെ, ഇടയ്ക്ക് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങോട്ട് നമ്മൾ രണ്ടിടത്ത് എന്തോ നിർത്തി അല്ലേ? ഓ, നെഞ്ചിനുള്ളിൽ നീയാണ്, പാട്ടൊക്കെ ഇട്ടങ്ങ് പോവാന്ന്. നെഞ്ചിനുള്ളിൽ നീയാണ്. ഓക്കെ, ഇനിവേ ഒന്ന് അടിച്ചു പൊളിച്ച് അങ്ങ് പോവാം രണ്ടാൾക്കും കൂടിയിട്ട്. ഇനി എങ്ങോട്ടാണ് ട്രിപ്പ് എന്നൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് മൊമെന്റ്സ് ഞങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റി അല്ലേ? ആണ് സംസാരിക്കാൻ പറ്റും ഒത്തിരി നേരം അല്ലേ? ഇങ്ങനെയുള്ള യാത്രകളിലാണ് നമുക്ക് അത്രയും സംസാരിക്കാനൊക്കെ അവസരം കിട്ടുന്നത്. അപ്പം അത്രയും നമുക്ക് സംസാരിക്കാൻ പറ്റി, ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി ജ്യോതിഷിനെ അങ്ങോട്ട് പോട്ടെ. ജ്യോതിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഞാൻ ജ്യോതിഷമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 10-18 വർഷമായി കേട്ടോ. ഞാൻ ജ്യോതിഷിനെ ആദ്യമായിട്ട് കാണുന്നത് സൂര്യ TV-യിൽ രസികരാജ നമ്പർ 1-ന്റെ 50ാമത്തെ എപ്പിസോഡിൻ്റെ സെലിബ്രേഷന് പോയ സമയത്താണ് ഞാൻ ജ്യോതിഷിനെ കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. പിന്നെ അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഇന്നും ഇപ്പോഴും ഒക്കെ കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആ ചെയ്യാൻ പോയ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തില്ല കേട്ടോ. ഒരു ബാലെ സ്കിറ്റാണ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്തില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കൊരു റീ എൻട്രി കിട്ടുന്ന ജ്യോതിഷാണ് എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ രസികരാജ നമ്പർ 1 എന്ന പരിപാടി ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഒത്തിരി പ്രോഗ്രാംസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഡ്യൂപ്പ്, കോമഡി സ്റ്റാർസ്, പിന്നെ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാംസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സോ എനിവേ അങ്ങനെ ഞങ്ങളെ സൗഹൃദം വളർന്നു. എപ്പോഴും ഒരു വിളി അപ്പുറം എന്ന് പറയും പോലെ നമുക്ക് എന്ത് കാര്യം വിളിച്ച് പറയാനും അതുപോലെ നമ്മുടെ വിഷമങ്ങളാവട്ടെ സന്തോഷങ്ങളാവട്ടെ ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സുഹൃത്ത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം കണ്ണൂർ വന്നപ്പോൾ ജ്യോതിഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ജ്യോതിഷിനോടെ കയറിയിട്ട് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ പോകും. ഒന്നും പറയില്ലേ? കണ്ണൂർ എക്സ്പീരിയൻസ് പറയും. കണ്ണൂരിലെ കാഴ്ചകൾ, എങ്ങനെയുണ്ടായിരുന്നു കണ്ണൂര്? സത്യം പറഞ്ഞാൽ ഞങ്ങള് ഒരു പ്രിപ്പയർഡ് ആയിട്ടോ നേരത്തെ ഒരുപാട് നാളെ മുന്നേ പ്രീ പ്ലാൻ ചെയ്യോ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ പോവാം എന്ന് പറഞ്ഞു. പോവാം. അവിടെ ഒരു നോ അല്ലെങ്കിൽ പറ്റില്ല അങ്ങനെയൊന്നും കണ്ടാൽ പറഞ്ഞില്ല കേട്ടോ. നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ് കേട്ടോ. ഒരു നമ്മൾ പറയുന്നത് അവിചാരിതമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഒത്തിരി നാൾ കൊണ്ടല്ലേ അല്ലേ ഒരുപാട് പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കത്തില്ല. അവിചാരിതമായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെയാണ് ലൈഫിൽ പല കാര്യങ്ങളും അവിചാരിതമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. എന്ത് സൈലന്റ് ആയിട്ടിരിക്കുന്ന? ഇനി ആളുകൾ പറയും എന്താ സൈലന്റ് ആയിരിക്കണേ, കണ്ണൻ എന്താ മൂഡ് ഓഫ് ആണോ? കണ്ണൻ അല്ലെങ്കിൽ കണ്ണൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആണ്. എനിക്കിഷ്ടമല്ല മിണ്ടാണ്ട് ഇങ്ങനെ അക്ഷമനായിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ. എനിക്കിങ്ങനെ ഉല്ലസിച്ച് സംസാരിച്ചിങ്ങനെ അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കണം. അല്ല, ഞാൻ പറഞ്ഞ കണ്ണൂരത്തെ യാത്രയെ പറ്റി. കണ്ണൂരിങ്ങനെ പെട്ടെന്ന് പോകുന്നു, അവിടെ നിന്ന് പോയേക്കാം, അമ്പലങ്ങളിൽ പോയേക്കാം, കുട്ടിയിൽ പോകാം, പിന്നെ ബാക്കി ക്ഷേത്രങ്ങൾ. അപ്പം
എൻ്റെ ചേട്ടനുണ്ടായിരുന്നു, പുള്ളി പറഞ്ഞ് ബാക്കി ക്ഷേത്രങ്ങളുണ്ട് അന്നവിടെ ഉണ്ടായിരുന്നു, പോരുന്നതിന് വന്നായിരുന്നു. അതെ, വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പുള്ളി നേരത്തെ വന്നിട്ടുണ്ട് അപ്പം കുട്ടികളൊക്കെ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞത് കുറേ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ 2 അമ്പലങ്ങൾ ഞാനിത് പോയിട്ടുണ്ട്. ഞാൻ പോകാത്ത അമ്പലങ്ങൾ ബാക്കിയുള്ള അമ്പലങ്ങൾ പുള്ളിയും പറഞ്ഞ ഇന്ന അമ്പലങ്ങളുണ്ട്, പോയി കഴിഞ്ഞാൽ നല്ലതാണ്, പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് പോകുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഉണ്ടാവുന്നത്. കൊട്ടിയൂർ യാത്ര ഉണ്ടാകും. കൊട്ടിയൂർ യാത്ര കൊട്ടിയൂർ കഴിഞ്ഞ വർഷം പറഞ്ഞു നമുക്ക് അടുത്ത കൊല്ലം പോകണം. ഞങ്ങള് സംസാരിക്കുന്ന സമയത്ത് അതെ കല്യാണം കഴിഞ്ഞ് പോവാന്ന്, കൊട്ടിയൂര് പോവാം, മൂകാംബിക പോണം, അങ്ങനെ കുറെ. ഇത്തവണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് മൂകാംബിക ഇവിടെ പോവാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മള് ഈ ഒരു പ്ലാനിങ്ങിൽ മൂകാംബിക ആയിട്ട് തന്നെ നമ്മള് പ്ലാൻ ചെയ്യണം അല്ലേ അണ്ണ? അങ്ങനെ ഉള്ളോണ്ടാണ് അത് പെൻഡിങ് വെച്ചത്. അല്ലെങ്കിൽ ഇവിടുന്ന് അടുത്താണ്, പെട്ടെന്ന് പോയിട്ട് വരാന്നുള്ളത്. ഇനി ഇതുപോലെ ഒരു ദിവസം തോന്നുമ്പോഴത്തേക്ക് മൂകാംബിക ഞങ്ങൾ വരും അല്ലേ? അതെപ്പോഴെങ്കിലും തോന്നണം, ദേവി വിളിക്കണം, ആ സമയമായിരിക്കും ഞങ്ങൾക്ക് അത് തോന്നുന്നുണ്ടാവുക. ഇതും അതുപോലെ തന്നെ ഇവിടെയൊക്കെ വന്ന് കാണണമെന്ന് സമയം അതെ എത്തിയോണ്ടാണ്. അതെ 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 അതെ. അങ്ങനെ ഞങ്ങൾ ജ്യോതിഷിന്റെ വീട്ടിലേക്ക് എത്തി. മഴയുണ്ടോ? ജ്യോതിഷ് മട്ടന്നൂർ, ജ്യോതി നിവാസ്, ജ്യോതിഷ് മട്ടന്നൂരിന്റെ ജ്യോതി നിവാസ്. ആൾക്കാരൊക്കെ ജ്യോതിഷ സീരിയലൊക്കെ കണ്ട് കുക്കൊക്കെ ചെയ്ത്, കുടുംബ സീരിയലൊക്കെ കണ്ടിരിക്കുകയാണ്. അതെ, ജ്യോതിഷ കുടുംബ സീരിയലൊക്കെ കണ്ട് പൂക്കളമുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് ഉള്ളത്. ഓ, എല്ലാം തയ്യാറാക്കി ഇവിടെ നിൽക്കുന്നുണ്ട്. കുളിച്ച് നമ്മൾ ഇറങ്ങിയില്ല, ഒന്നുമില്ല. ജ്യോതിഷ് പറഞ്ഞ് ഓപ്പൺ ആക്കണം എന്തൊക്കെ സാധനങ്ങളാണ്. ഇതെന്താ ഈ പച്ചയില്? ഇത് കപ്പ ജ്യോതിഷിന്റെ സ്പെഷ്യൽ ഒരു ഐറ്റം ആണ്. മുളകിട്ടത്, മീൻ മുളകിട്ടത് ജ്യോതിഷിന്റെ. ജ്യോതിഷ് തന്നെയല്ലേ മുളകിട്ടത്? എല്ലാം ഞാൻ. ഇതെന്താ? ഇത് കിളിമീൻ. ഇത് ചോറ്. ഇത് മറ്റേ ഐക്കൂറ കറി. ഇത് മത്തി മുളകിട്ടത് അല്ലേ? മുട്ട എന്തിനാ വെച്ചിരിക്കുന്നത്? പൊരിച്ചത്. ഇതിന്റെ അടിയില് മീൻ വറുത്തത്. അതിന്റെ ഇടയിൽ മത്തി വറുത്തത്. എന്റെ പൊന്നി, എന്തൊക്കെ വിഭവങ്ങളാന്ന് നോക്കിയേ. ഇത് എനിക്ക് വയ്യ. ചമ്മന്തി. ഇതെന്ത് ചമ്മന്തിയാ? ഇത് സാധാ ചമ്മന്തി. മാങ്ങ അച്ചാറ്, ചപ്പാത്തി. വേറെ എന്താണ്? എന്തൊക്കെ വിഭവങ്ങളാണല്ലോ. ഡയറ്റിംഗ് ചെയ്യുന്നത് എന്തെങ്കിലും സിമ്പിൾ ആക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് സിമ്പിള്. എന്റെ പൊന്നോ, ഇത് ഇച്ചിരി സിമ്പിൾ ആയിപ്പോയി. ഈ മുട്ട വെച്ചേക്കണ എന്താന്ന് മനസ്സിലായത്? 2 മുട്ട വെച്ചിരിക്കണ എന്തിനാണ്? മുട്ട എപ്പോഴും കഴിക്കുന്നത് എല്ലിനൊക്കെ നല്ലതാണ്. കൊള്ളാം, അടിപൊളി. ഇതിലെന്താ കിടക്കുന്ന? ഒരു വെള്ള സാധനം കിടക്കുന്നത് എന്താ ഇട്ടേക്കുന്നത്? വെളുത്തുള്ളിയാ? വെളുത്തുള്ളി. ഓക്കെ, നൈസ്. ചോറ്, മീൻ മുളകിട്ടത്, ചപ്പാത്തി. ചപ്പാത്തിയുടെ അടിയിൽ എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? കപ്പ. എന്തെല്ലാം വിഭവങ്ങളെന്ന് നോക്കിയേ. കുട്ടിക്ക് കുറച്ച് വെള്ളം നല്ലത്. താങ്ക് യു സോ മച്ച്. ഞങ്ങള് കപ്പയും മീനുമാണ് കഴിക്കാൻ പോകുന്നത്. ആദ്യം കപ്പയും മീനും. ജ്യോതിഷിന്റെ സ്പെഷ്യൽ കപ്പയും മീൻ മുളകിട്ടത്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഓടി വന്നത്. കപ്പയും മീനും പണ്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ജ്യോതിഷിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളതല്ലാണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് കഴിക്കണമെന്ന് ആഗ്രഹം. അത് വല്ലാത്തൊരു കഴിപ്പായിരുന്നു. ഓടി വന്ന് കഴിച്ച ഓർമ്മയുണ്ടാ? അന്ന് ഓർമ്മയില്ലേ? എനിക്ക് ആസ്വദിച്ച് കഴിക്കണ്ടേ? ഇച്ചിരി മാങ്ങ അച്ചാറും വേണം എനിക്ക്. മുളകിട്ട മീൻകറി വേണം. കപ്പയും മത്തിക്കറി. കപ്പയും മത്തിക്കറി. ഇച്ചിരി മാങ്ങാച്ചാറും കൂടെ എടുത്തോ. നല്ല കോമ്പിനേഷനാണ്. ജ്യോതിഷ് ഉണ്ടാക്കിയ മാങ്ങാച്ചാറാണോ?
ഓ മൈ ഗോഡ്, ജ്യോതിഷ് ഉണ്ടാക്കിയ മാങ്ങാച്ചാറാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ ആണ്. കണ്ട് മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അച്ചാറുണ്ടാകുന്ന മാങ്ങാച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് സിജു ആണ് ഇവിടുത്തെ വേലക്കാരി. ജാനു സിജു അതെടുത്ത് കൊടുക്ക്. അങ്ങനെയല്ല സിജു എടുത്ത് കൊടുക്ക്. അറിയാലോ, അങ്ങനെയല്ല നമ്മുടെ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാ വെക്കുന്ന ഐക്കൂറ. ആണോ? ആ എൻ്റെ അടുത്തമ്മ വീട്ടിൽ നിന്നൊക്കെ വെക്കുന്നത് കൊണ്ട് പിന്നെ എനിക്ക് ഇതാവുന്നില്ലല്ലോ. പിന്നെ ഇവര് കൊണ്ടുവരുമല്ലോ, പെങ്ങളും പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞാനൊക്കെ ഇല്ലെന്നെ കൊണ്ട് പോകണം പോലെ, ഞാൻ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ, ഞാൻ തനിച്ചായതുകൊണ്ട് പിന്നെ നല്ല ടേസ്റ്റ്. കഴിച്ചോ നീ? ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? നമുക്ക് ആരെങ്കിലും ഉണ്ടാകുമ്പോഴേ നിങ്ങൾ കണ്ണൂർ ഭാഷ പറയല്ലോ. ജാനുവിന് ഇഷ്ടമായെങ്കിൽ പിന്നെ നിങ്ങൾ പറ, കണ്ണൂര് ഭാഷ പറ. എന്തെന്നാ കാണിക്കുന്നത്? പറ എന്തെന്നാന്നപ്പാ. ഈ ക്യാമറയുടെ മുന്നിൽ കണ്ണൂർ ഭാഷ വരത്തില്ല. അല്ലല്ല, പരസ്യം കിടാവൊക്കെ വന്നിട്ടുണ്ട്. പരസ്യം കിടാവ് സൂ അല്ലേ? എനിക്ക് എന്തൊക്കെ മീനുണ്ടെങ്കിലും മത്തി അല്ലേ? സീമ പണ്ട് മുതല് മത്തിയുടെ ഒരു, ഞാനും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് അത് തന്നെ എത്ര വില. എനിക്ക് കോടി രൂപയുടെ മീൻ. ഞങ്ങൾക്ക് പ്രോഗ്രാം സ്ഥലത്ത് നിന്നൊക്കെ ആണെങ്കിലും നല്ല നല്ല ഇത് കിട്ടിയാണ് മത്തി കിട്ടുന്ന ഒരു കറക്റ്റാ. മത്തി തന്നെ. പക്ഷെ ഇത് തിരക്കില്ലതുകൊണ്ടാണ് സീമ. കാരണം മുട്ട ഇരിക്കുമ്പോ ചിരിയാണ് പറഞ്ഞത്. മുട്ട മുട്ട കുറെ വെജിറ്റേറിയൻ അല്ലേ? എന്താ? ആ മുട്ട കഴിക്കുന്നവർക്ക് മുട്ട വെജിറ്റേറിയൻ അല്ലേ? ആ ആണോ? ഇപ്പൊ അങ്ങനെ അല്ല, ഇപ്പം മുട്ട വെജിറ്റേറിയൻ ആണെന്നാ തോന്നുന്നത്. ആ പറയുന്ന കേട്ടോ. പക്ഷെ എന്നാലും കഴിക്കാറില്ലല്ലോ. അങ്ങനെ വ്രതത്തിലൊക്കെ ആകുമ്പോ കഴിക്കുന്നില്ലല്ലോ ആരും. ആര്? ഇവിടെയോ? ആ വരുന്ന ഇപ്പൊ വിളിച്ചു, വന്നോ ചോദിച്ചിട്ട്. മോനെയും ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ആക്കി കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നും വേണ്ട, ഇനിയും വരും. അവർ മൂകാംബികയിലൊക്കെ വരുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. ഇവിടെ തിരുവനന്തപുരത്ത് ഐക്കൂറ ഒന്നും പറയുന്നില്ല. അവര് ഇതെന്താ കൂറ, പുതിയ പുനൂതങ്ങൾ മറ്റിറങ്ങിയെന്ന്. ആ ഇന്ന് അയാൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നില്ലേ, ഐക്കൂറയാണോ ആവോലിയാണോ വായിക്കുമ്പോ. നീയല്ലേ തിരുവനന്തപുരത്തിന്, നീ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അവർക്ക് മനസ്സിൽ. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കിങ് ഫിഷ് നെയ്മീന് പറയുന്നത് ഐക്കൂറ എന്നാണ് പറയുന്നത്. അയാളെ മീനെടുത്തിട്ട് പക്ഷെ ഞാൻ ജയപ്രകാശിനോട് പറയാറുണ്ട്, പിന്നെ രമ്യയോടൊക്കെ പറയും, സീമക്ക് മീനില്ലേ, മീൻ എടുക്കേണ്ട ആ ഒരു അതെങ്ങനെയാ മനസ്സിലാവുന്നില്ല. ആ കൊച്ചിന് ഇതുപോലെ മീൻ കറക്റ്റ് ഫ്രഷ് മീൻ, അത് പിന്നെ ഇതായിക്കോട്ടെ, നല്ല ഫ്രഷ് മീൻ കേട്ടോ. ഈ എനിക്ക് മീനിന്റെ അത് കറക്റ്റ് അറിയില്ല എടുക്കാൻ. പക്ഷെ മത്തി മാത്രം കുഴപ്പമില്ലാണ്ട് എടുക്കും. എന്താ ചേച്ചി? ആ അതെ ഇല്ലടാ, ഫസ്റ്റ് ടൈമാണ്. സത്യം എന്തായാലും പിടിച്ച സാധനം മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ, എനിക്കറിയാം. അതെ ശരി. എന്ത് വേണമെന്ന് വെച്ചപ്പോ ഇത് മതിയെന്ന്. അയ്യോടാ, ഞാനില്ലേ അങ്ങനെയല്ല, ഇന്ന് രാവിലെ എന്റെ കറി കൂട്ടിയിലെങ്ങനെ ഇരിക്കുന്നത് നിങ്ങക്ക് ജ്യോതിഷിന്റെ ഐക്കൂറ രണ്ടാമത്തെ തവണ നിങ്ങൾക്ക് വേണം. എന്റെ മീൻകറി നിങ്ങൾക്ക് വേണ്ട അല്ലേ? അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ അത്താഴമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ സമൃദ്ധമായ അത്താഴ പൂജ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടെ നിന്ന്. തിരുവനന്തപുരം എനിക്ക് പറഞ്ഞത് കോട്ടയത്തേക്ക്. അതെ, തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഞാൻ പാലിച്ചിട്ട് കോട്ടയത്തേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും അങ്ങനെ ജ്യോതിയുടെ വിഭവസമൃദ്ധമായ മീൻ വിഭവങ്ങളും. ഫുഡ് ഇൻസ്പെക്ടറാ പറയുന്നതെന്ന് ഓർക്കണം. ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ ഒന്നുമല്ല അല്ലേ കണ്ണാസ് അല്ലേ? ഫുഡ് ഇവിടെ കുഴിച്ചിട്ട് അടുത്ത പ്രാവശ്യം മുറ്റത്തേക്ക് ഇടാൻ വേണ്ടി. വീഴാണ്ട് ഇവിടെ നിന്ന് കടന്നു കിട്ടിയാൽ മതി. അതെ, അവിടെ നല്ല മഴയാ.
അങ്ങോട്ട് ഞങ്ങൾ എങ്ങനെയാ മഴയുണ്ടോ? അതെ, അങ്ങോട്ടൊക്കെ ഭയങ്കര മഴയെന്ന് പറയുന്നുണ്ട്. രാവിലെ ചേട്ടൻ പറഞ്ഞു. അതെ, മാറി കൊടുക്കാന്നാ എടുക്കട്ടെ. ഓക്കെ, യാത്രയില്ല. ജ്യോതിഷിന്റെ വീട്ടിലെ അത്താഴമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി. മഴയുണ്ട്, തിരിച്ചിരിക്കുകയാണ്. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നല്ല എന്താ പറയാ, ഞങ്ങള് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി സ്ഥലങ്ങളിലൊന്നും ഞങ്ങള് വിരുന്ന് കഴിക്കാനോ അല്ലേ എണ്ണ അങ്ങനെയൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ എൻ്റെ 2 ഫ്രണ്ട്സ് 2 ദിവസങ്ങളിലായിട്ട് അല്ലേ അവര് ഇങ്ങനെ ടീമായിട്ട് 2 ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് ഡിന്നർ തന്നു. പിന്നെ ശേഷം കണ്ണൻ്റെ ഫ്രണ്ടിന്റെ വീട്ടില് ഒരു ദിവസം ഞങ്ങൾ ഡിന്നറിന് പോയി. പിന്നെ ഇപ്പൊ ജ്യോതിഷിന്റെ വീട്ടില് എത്രയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടിങ്ങനെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്ത് അല്ലേ, ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോകുന്ന കേട്ടോ. അല്ലാതെ ആരും വിളിച്ചിട്ടുമില്ല, ഞങ്ങൾ പോയിട്ടുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ആരും അങ്ങനെ വിളിച്ചിട്ടില്ല, അങ്ങനെ പോയിട്ടുമില്ലാന്ന്. അതെ, ഇത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ലൊക്കേഷൻ ഇങ്ങോട്ടാണ്, കാരണം നമ്മൾ വന്ന വഴിയല്ല. അപ്പം അതുകൊണ്ട് ചെറിയൊരു ലൊക്കേഷൻ്റെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ഇന്ന് ഏകദേശം ഒരു 7.5 മണിക്കൂറുണ്ട് കോട്ടയത്തേക്ക് ഡ്രൈവ് കേട്ടാ. ഏകദേശം 346-47 കിലോമീറ്റർ ഇവിടുന്ന് ഞങ്ങളുടെ കോട്ടയത്ത് വീട്ടിലേക്കുണ്ട്. അപ്പം അത്രയും ദൂരം ഞങ്ങൾ ഓടിച്ചു പോകണം. മഴയുണ്ട്, അത്യാവശ്യം മഴയുണ്ട്. അങ്ങോട്ടുമൊക്കെ നല്ല മഴയാണെന്ന് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. കാണാം, വരുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ചായ കുടിക്കാനൊക്കെ നിർത്തുകയാണെങ്കിൽ നമ്മൾ വരാം അല്ലേ കാണാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇന്നലെ 9:00 എത്തി. രാവിലെ 9:00 വന്നേ. ഇന്നലെ തിരിച്ചിട്ട് ഇന്നലെ രാത്രി എത്ര മണിക്ക്? രാത്രി 12 തിരിച്ചു ജോസിനോടുന്ന്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു വയറൊക്കെ നിറച്ച് ടയർഡായി. മഴയായിരുന്നു, സൂപ്പർ മഴയായിരുന്നു. കണ്ണ് കണ്ടുകൂടാ വേത്ത മഴയായിരുന്നു. കോഴിക്കോട് ഒക്കെ മഴയായിരുന്നു, എല്ലായിടത്തും മഴയായിരുന്നു. എവിടെയോ വെച്ച് മഴ കുറഞ്ഞു. സ്ഥലം നോക്കുന്നുമില്ലോ, കാരണം ബൈപ്പാസ് വഴി വരുമ്പോൾ സ്ഥലമൊന്നും കാണുന്നില്ല, ടൗണിലൊന്നും പോകുന്നില്ല. സൂപ്പർ വഴി, അങ്ങനെ എത്തി. സൂപ്പർ വഴി. അങ്ങനെ എപ്പോഴാണ് രാവിലെ കണ്ണും കണ്ടുകൂടാതെ ആദ്യം ഒരു വഴിയൊക്കെ തെറ്റിയൊക്കെ എവിടെയൊക്കെ പോയി റോഡ്. പിന്നെ അടുത്ത് തിരിച്ചു വന്ന് അടുത്ത് പിന്നെ ആ വഴി കൂടെ, കാരണം വണ്ടികളെല്ലാം വേറെ സ്ഥലത്ത് കൂടെ നമ്മൾ റോഡ് പണി കഴിയാത്തൊരു വഴി കൂടെ വന്നു. അങ്ങനെയൊക്കെ കുറെ കുലങ്കശമായപ്പോ ഇടയിൽ 6:00 രാവിലെ മറ്റേ ബാലിയക്കരത്തോളെത്തി. അതെ, 6:00 ബാലിയക്കരത്തോളെത്തി. ബാലിയക്കരത്തോളിൽ നിന്ന് പിന്നെ 6:00 ഞാൻ പിന്നെ എനിക്ക് കൈമാറി ഞാൻ പിന്നെ അവിടുന്ന് പിന്നെ അതുകൊണ്ടാണ് കണ്ണൻ ഓടിക്കുന്നത്. അതുവരെ ഞാൻ ഡ്രൈവ് ചെയ്ത് അതിനുശേഷം കണ്ണൻ ഓടിച്ചു. പിന്നെ ഇടയ്ക്ക് എവിടെയോ എടുത്ത് നിർത്തി ചായ കുടിച്ചു അല്ലേ. പക്ഷെ ചായ കൊള്ളൂല, എന്നൊരു വാട്ട ചായ ആയിരുന്നു. ഒരു അമ്മച്ചി ഉണ്ടാക്കിയ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അടുത്ത് വീട്ടില് അമ്മ ഇഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡലി ഉണ്ടാക്കി വെച്ചിരുന്നു. മഴയായിരുന്നു, രാവിലെ മഴയായിരുന്നു. മഴയത്ത് വന്ന് എന്നിട്ട് ഇഡലി ഞങ്ങള് കഴിച്ചില്ല. സൂപ്പർ ഫുഡായിരുന്നു. ജോഷിനോട് തന്നെ ഫുഡായിരുന്നു, ഇഷ്ടം പോലെ ഫുഡായിരുന്നു. ചപ്പാത്തി, ചോറ്, കപ്പപ്പുഴുക്ക്, മീൻ വറുത്തത്, മീൻ വറുത്ത പലതരം. അതെ, മത്തി വറുത്തത്, മത്തിക്കറിയും, പിന്നെ അല്ലാതെ മറ്റേ അയക്കൂറ വറുത്തത്, അയക്കൂറ കറി, അങ്ങനെ കുറെ ഐറ്റം എല്ലാം അടിപൊളിയായിരുന്നു. കണ്ണൂർ ട്രിപ്പ് സൂപ്പർ ആയിരുന്നു. വന്നു കിടന്നു ഉറങ്ങി, എണീറ്റു ഫ്രഷ് ആയി. നിങ്ങൾ നേരത്തെ ഈ വീഡിയോ കണ്ടു കാണും, വണ്ടി എടുത്ത വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടു കാണും. ഫ്രൈഡേ. പക്ഷെ ഞങ്ങൾ കണ്ണൂരൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. ആണ്, കണ്ണൂരൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. എനിവേ കാണാം പുതിയ വീഡിയോയിൽ കാണും വരെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എങ്കിലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ട്രാവലിംഗ് വീഡിയോയും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിലൊക്കെ നമ്മുടെ ഉൾപ്പെടുത്താം. കാണുന്നതല്ല, ഇനി വരും വീഡിയോകളിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഗുഡ് നൈറ്റ്.